ഡ്രൈവിംഗ് ടെസ്റ്റ് ITA പാസ്സായി. ഞാൻ ഇവർ വന്നതിന് ശേഷം ഞാൻ എന്റെ ഒരു തീരുമാനം അനുസരിച്ച് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് കുറച്ചു കൊടുത്തു. ക്വാളിഫിക്കേഷൻ കൂടുതലായിരുന്നു. അപ്പൊ അത് ITA അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും ടെക്നിക്കൽ ബോർഡ് അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ക്വാളിഫിക്കേഷൻ നേടിയവർ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഫാർമസിസ്റ്റ് വേണം എന്ന് പറയുന്ന പോലെ നിയമത്തിൽ ഒരു ITA പഠിച്ച ഒരു ഇൻസ്ട്രക്ടർ, അദ്ദേഹം അല്ല വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കാൻ ആർക്കും പഠിക്കും. 5 വർഷത്തിൽ കൂടുതൽ ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും ഡ്രൈവിംഗ് പഠിപ്പിക്കാം, പുരുഷനോ സ്ത്രീക്കോ. പക്ഷെ ഇൻസ്ട്രക്ടർ ഈസ് എ മസ്റ്റ്. ഇൻ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലും ഒരു ഇൻസ്ട്രക്ടർ മസ്റ്റാണ്. അപ്പം അദ്ദേഹം കുട്ടികളെ സൈറ്റിൽ വന്നൊരു കസര വയ്യെങ്കിൽ കസര ഇട്ടിരുന്നാൽ അത് പഠിപ്പിക്കാൻ ഗുസ്തിയൊന്നും പിടിക്കണ്ടല്ലോ, ഗുസ്തി പിടിക്കാൻ പറ്റില്ല. അപ്പം ഇൻസ്ട്രക്ടർ ഇല്ലയോ, അതാണ് നമ്മുടെ സംശയം. ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ പറയും, നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ചോദിക്കും, ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടന്നു, എനിക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്താ കുഴപ്പം? ഒന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നു, അയാൾക്ക് എന്തോ ജോലി, എനിക്ക് മനസ്സിലായില്ല. ഇല്ല, അതൊന്നും ഒരു പരിശീലനം വന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ആഴ്ച 4 ദിവസം 5 ദിവസവും ടെസ്റ്റ് നടത്തുമെന്ന് അവർ ആവശ്യപ്പെട്ടു. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ വരുന്നില്ലേ? ഒരു MBA അല്ലേ ഉള്ളൂ ഒരിടത്ത്, അല്ലെങ്കിൽ 2 MBA അല്ലേ ഉള്ളൂ, അവർ പോയി ചെയ്ത് കൊടുക്കുന്നില്ലേ? അപ്പൊ അവരും വരട്ടെ, അതിലൊന്നും ഒരു തെറ്റില്ല. ഇതെല്ലാം ചർച്ച ചെയ്ത് ഈ കടഞ്ഞ അധ്യായം വീണ്ടും തുറക്കാൻ ആരും ശ്രമിക്കരുത്. അതിന്റെ ചർച്ച കഴിഞ്ഞു. ആ ചർച്ച കേരളത്തിലെ ജനങ്ങൾ ആ നിലപാട്, നല്ല നിലവാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ്. നിങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടാണ് ഒരു പരസ്യമുണ്ട്, ലൈസൻസ് ഉള്ളവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞൊരു പരസ്യമുണ്ട്. ന്യായമായ പരസ്യമാണ്. കാരണം അത് തിരുവനന്തപുരത്ത് അമ്പലമുക്കിൽ നിന്ന് പേരൂർക്കടയ്ക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നു ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ എന്താണ് പഠിച്ചത്? ഏതിന്റെ ലൈസൻസാണ് എടുത്തിരിക്കുന്നത്? അതല്ലേ. അപ്പൊ ഈ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി വേലയൊന്നും വേണ്ട. അവരെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവരെ വിളിച്ചു, സംസാരിച്ചു. അവരിതെല്ലാം സമ്മതിച്ച് ഇതിനടിയിൽ ഒപ്പിട്ട പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം. ആ തീരുമാനമെടുത്ത് സമരം ഞങ്ങൾ പിൻവലിക്കുന്നു എഴുതി ഒപ്പിട്ടിട്ട് പോയിട്ട് അതിൽ പറഞ്ഞ എന്തെങ്കിലും ഉത്തരവിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന എന്ത് പണിയും ഞാൻ ചെയ്യാം. അന്നെടുത്ത തീരുമാനത്തിനിടയിൽ അവർ ഒപ്പിട്ടുണ്ടല്ലോ. അത് സർക്കാരിൽ ഒരു യോഗം, ഔദ്യോഗിക യോഗം നടക്കുമ്പോൾ ഈ ചർച്ച എഴുതിയെടുക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. അവരെഴുതിയെടുത്ത് തന്ന ഡ്രാഫ്റ്റിന്റെ ആ ഒരു മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവിൽ അന്ന് തീരുമാനിച്ചതല്ലാത്ത എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ഏത് പണിയും ഞാൻ ചെയ്യാം. ഒരു മാറ്റവും വരുന്നില്ല. ഞാൻ തന്നെ ഇരുന്ന് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇൻസ്ട്രക്ടർ ഉണ്ടല്ലോ, ഇതിനെ ഭയപ്പെടുന്ന ഒരാൾ ഒരു ഇൻസ്ട്രക്ടറെ വെച്ച് 15 ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണെങ്കിൽ അദ്ദേഹം വിഷമിക്കും. പൂർണ്ണമായി സർക്കാരിന്റെ ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റി ഉടനെ മാറ്റി. ഇപ്പൊ KSRTC നമ്മൾ മിക്കവാറും 6-ാം തീയതിയോടുകൂടി KSRTCയുടെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ MBD ഉദ്യോഗസ്ഥരെയും വെച്ച് വിദഗ്ധരായ ആളുകളെ വെച്ചുകൊണ്ട് കുട്ടികൾ, സ്കൂൾ നഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഒരു 18 വയസ്സായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ആൾ വരെക്ക് കാണത്തക്ക രീതിയിലുള്ള, അവർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിലിടും. ആർക്കുണ്ടെങ്കിലും കാണാം. ഫീസ് ഘടനയൊക്കെ വളരെ ന്യായമായ ഘടനയായിരിക്കും. അതിൽ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിരിക്കും. അത് നേരത്തെ തന്നെ തീരുമാനിച്ചു. അപ്പൊ ജനറലൊക്കെ സാധാരണ വാങ്ങുന്ന അത് അവരും സമ്മതിച്ചല്ലോ. ഈ ചർച്ചയിൽ ഒരു കാര്യമുണ്ട്, അത് മിണ്ടുന്നില്ല. ഈ ചർച്ചയിൽ പറയുന്നുണ്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയും സർക്കാർ 3 മാസത്തിനുള്ളിൽ ഇതിന്റെ ഏകീകരിക്കണം റേറ്റുകൾ. സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കാം. അതൊന്നും പാടില്ല. അതെന്താണ്? സ്ത്രീകൾക്കെല്ലാം കൺസെഷൻ കൊടുക്കുന്നിടത്താണ് സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കുക. എന്നാൽ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കുക, പുരുഷന്മാർക്ക് കുറവ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? സ്ത്രീകൾ ഡ്രൈവിംഗ് കഴിക്കാൻ മോശമാണെന്നാണോ? അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കേരളത്തിൽ നല്ല നിലവാരമുള്ള ലൈസൻസ് കൊടുക്കണമെന്ന് അവരും സമ്മതിച്ചു, ഞങ്ങളും സമ്മതിച്ചു. ഈ ബഹുഭൂരിപക്ഷം എന്ന കേരളത്തിലെ ജനങ്ങളും 3.5 കോടി ജനങ്ങളും സമ്മതിച്ചു. ഇനി അതിനെക്കുറിച്ച് ചർച്ചയില്ല.